Hi dears, welcome to our Right Recipes. ഇന്ന് ബ്രെഡും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചുണ്ടാക്കുന്ന നല്ല മുരിഞ്ഞ വടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ സൂപ്പർ സ്നാക്കാണ്. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പുറമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. എത്ര കഴിച്ചാലും മതിയാകില്ല. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 2 പൊട്ടാറ്റോ പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഞാനത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെയാണ് ഉടച്ചെടുത്തിരിക്കുന്നത്. ആ 4 കഷ്ണം ബ്രെഡ് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താണ്. ഇതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒറ്റയടിക്ക് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുമായി മിക്സ് ചെയ്യാം. ഇനി ബാക്കി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കണം. നല്ല പ്രസ് ചെയ്ത് കുഴച്ചാൽ ബ്രെഡ് ക്രംസൊക്കെ നല്ലതുപോലെ ഈ ഉരുളക്കിഴങ്ങുമായി മിക്സ് ആകും. വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കാതെയാണ് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ചേർക്കുന്ന ചേരുവകളൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോഴേക്കും ഇത് കുറച്ച് ലൂസായി കിട്ടും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ആദ്യം ഇത് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ ആ ബ്രെഡ് ക്രംസും പൊട്ടാറ്റോയുമായി നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയാണ്, സവാള ചേർക്കരുത്. ഇനി ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. എരിവ് കുറവുള്ള പച്ചമുളക് ഞാൻ 3 എണ്ണം പൊടിയായി അരിഞ്ഞതാണ്. ഇനി 1 ടീസ്പൂണോളം പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർക്കാം. 1/4 കപ്പ് അളവിൽ പൊടിയായി അരിഞ്ഞ വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർക്കാതിരിക്കരുത് കേട്ടോ. അത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വടയ്ക്ക്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ചേർത്ത ചേരുവയിലെ നനവൊക്കെ ഈ ബാറ്ററിലോട്ട് ഇറങ്ങും. അപ്പോൾ ഇത് കുറച്ച് ലൂസായി കിട്ടും. ഒത്തിരി ലൂസാകരുത്, അതുകൊണ്ടാണ് സവാള ചേർക്കാത്തത് കേട്ടോ. ഇപ്പോൾ ഇത് പാകത്തിന് ലൂസായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബൈൻഡിങ്ങിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും ചേർക്കാം കേട്ടോ. കോൺഫ്ലവർ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇനി നല്ലതുപോലെ ഈ ബാറ്ററുമായിട്ട് മിക്സ് ചെയ്യാം. കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ കൈ ഒന്ന് പതിയെ നനച്ചിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മിക്സായി കിട്ടും. ഒട്ടിപ്പിടിക്കലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. കയ്യിൽ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പതിയെ ഒന്ന് കൈയൊന്ന് നനച്ചതിന് ശേഷം തേച്ച് കൊടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കൽ മാറിക്കിട്ടും. ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാനും സാധിക്കും. ഞാനത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമുക്ക് വടയുടെ രൂപത്തിൽ ആക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി ലൂസാകാൻ പാടില്ല, കുറച്ച് കട്ടിയിലായിരിക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നല്ലതുപോലെ ഉരുട്ടി കൈവെള്ളയിൽ വെച്ച് നടുവിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വിരലൊന്ന് പതിയെ നനച്ചിട്ട് നടുവിൽ ഒന്ന് കുഴിവാക്കിയെടുക്കുക. തിരിച്ചു വെച്ചിട്ടും അതുപോലെ തന്നെ ചെയ്യുക. അപ്പം വടയുടെ രൂപത്തിൽ നല്ല ഓട്ടയുള്ള വട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വടയെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ വട എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിൽ തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് വട റെഡി ആയിട്ടുണ്ട്. ഞാനത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അവസാനത്തെ സെറ്റ് വടയാണ് മൊരിഞ്ഞിരിക്കുന്നത്. ആ ബാറ്റർ കൊണ്ട് നമുക്ക്
11 വട ഉണ്ടാക്കാൻ പറ്റും. ആദ്യം 4 വീതം ഞാൻ 2 സെറ്റ് ഫ്രൈ ചെയ്ത് പിന്നെ ഇത് മൂന്നാമത്തത് 3 വീതമാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഉരുളക്കിഴങ്ങും ബ്രെഡും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു.